come in? Yes, come in. Hello, Bhaskar. ഡാൻസ് കഴിഞ്ഞ ഉടനെ വന്ന് കാണാൻ വെയിറ്റർ പറഞ്ഞു. എന്താ വിശേഷിച്ച്? ഞാനും പറഞ്ഞയച്ചിരിക്കും. മിസ്റ്റർ ഭാസ്കർ, നിങ്ങളെ എനിക്ക് വളരെ മുമ്പേ അറിയാം. ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി അലയുന്നു എന്നും അറിയാം. വളരെ വേഗം വലിയവനാകാൻ കൊതിക്കുന്ന നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളുമായി പോലും ബന്ധമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഡാൻസർ മാത്രമല്ല, ഒരു ക്രാന്തദർശി കൂടിയാണ്. ഐസ് വയ്ക്കണ്ട. എന്നെ നോക്കൂ. ഈ നാട്ടിലെ പല കോടീശ്വരന്മാരും ഉന്നതങ്ങളിലെ വിധികർത്താക്കളും എന്റെ കടക്കണ്ണീരിൽ കാലിടറി വീഴുന്നത് സാധാരണമാണ്. അവരെല്ലാം എന്റെ കളിപ്പാവകളാണ്. ആ കോടീശ്വരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. പണവും പദവിയും നിങ്ങൾക്ക് സമ്പാദിക്കാം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയൂ. പറയാം. അവരെനിക്ക് പണം തരും. പക്ഷേ വേണ്ടത് തരാൻ അവർ അശക്തരാണ്. They are all old donkeys. മിസ്റ്റർ ഭാസ്കർ, ആ ബ്രാൻഡ് എടുത്ത് കുടിക്കൂ. അത് ഞാനത് ശരി. മിസ്റ്റർ ഭാസ്കർ, എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളിലെ പുരുഷത്വമാണ്. ഇതിനിഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഒരു കാര്യം, ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണം. പ്ലീസ് ഭാസ്കർ. ഭാസ്കർ, നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യ സമ്മാനം ഇത് പിടിക്കും. നന്നായിട്ടുണ്ട്. ഇതന്നെ എവിടുന്നാണെന്ന് പറഞ്ഞില്ലല്ലോ. നീ ഇതറിയണ്ട. നിന്നെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. മേലാൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചു പോരുത്. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? ഇതുകൊണ്ട് ബ്യൂറോയിൽ വെക്ക്. ഒരു ദിവസം കൊണ്ട് ആയിരക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ഭർത്താവിന് കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അത് സത്യസന്ധമായ അധ്വാനമാണോ എന്നാണ് അറിയേണ്ടത്. സത്യസന്ധമായ അധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ മോഷ്ടിച്ചതല്ല. ഒരു സുന്ദരിയായ സ്ത്രീയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? അല്ലല്ല, അല്ലേ അല്ല, നേവർ. മേലാൽ നീ എന്നെ ക്രോസ് വിസ്താരം ചെയ്യരുത്. ഞാൻ തരുന്നത് വാങ്ങി ജീവിച്ചോളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ. ഉപദേശിക്കുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തുക. അല്ല, ഇന്നെന്താ ഇത്ര ഒച്ച കൂടുതൽ? ഞാനൊരു പുരുഷനാണ്. നിന്റെ ആട്ടും തുപ്പും സഹിച്ച് എനിക്ക് മതിയായി. നിന്നെ നിന്റെ ആവശ്യങ്ങൾ മാത്രമേ എന്നോട് പറയാവൂ. എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടം പോലെ സമ്പാദിക്കും. ഉച്ചയ്ക്ക് ഊണിന് വന്നെന്നിരിക്കും, വന്നില്ലെന്നിരിക്കും. ഞങ്ങൾ ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിലാണ് ഊണ് കഴിക്കുന്നത്. ആ ഡാൻസറുടെ കാര്യം ഞാൻ പുറത്തു പറയത്തില്ല. അത് പുറത്തു പറയാൻ കൊള്ളാമോ? ഭയങ്കര സീക്രട്ട് അല്ലേ, രഹസ്യം, സസ്പെൻസ്, ത്രില്ലർ. ഞാൻ പറയുന്നത് പോയി ടാക്സി പിടിച്ചിട്ടുള്ള സ്വാമി, ഒരു ടാക്സി വിളിച്ചൂടെ? എല്ലാ കുന്തത്തിനും ഞാൻ മാത്രമേ. അതിന് അവളെ വളച്ച് എനിക്കൊരു മാരുതി കാർ തല്ലി കൊല്ലണം. എന്നെ കൊല്ലേ. ഞാൻ പറഞ്ഞതാരും കേട്ടില്ല. തള്ളല്ലേ. താങ്ക് യു ഭാസ്കർ. ലൈറ്റ് ഇടും. ഭാസ്കർ, റിയലി യു ആർ ഹാൻസം. താങ്ക് യു സോ മച്ച്. എന്റെ ഭാര്യയും ഇങ്ങനെയാണ് പറയാറ്. സ്വർഗത്തിനും കട്ടുണ്ടോ? പോയി കഥ തുറക്കും. ഓഹോ, ഇതാണോ പുതിയ ഇന്റർനെറ്റ്? ആലത്ത് നിൽക്ക പണമുണ്ടാക്കാൻ കണ്ടുപിടിച്ച പുതിയ തൊഴിൽ. നിങ്ങളൊരു മനുഷ്യനാണോ? ശബ്ദിച്ചു പോരുത്. ഞാനും പണം ഉണ്ടാക്കട്ടെ. ഈ ജോലി ചെയ്തിട്ട് ആടാനും പാടാനും എനിക്കും അറിയാം. അയ്യോ ദേവി, നിങ്ങളെപ്പോലെ 10 മോടിക്കുട്ടന്മാർക്ക് ശമ്പളം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇവളെക്കാൾ കൂടുതൽ ഞാൻ സമ്പാദിക്കും. പണം ഉണ്ടാക്കുന്നതിന് ഒരു അന്തസ് വേണം. നിങ്ങൾ ഇനി ഒന്നും പറയണമെന്നില്ല. ഇതാ ഇവരുടെ പണവും പണ്ടവും. സോറി രാധ, ഇനി ഒരിക്കലും നിന്നെ കാണാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല.
നിന്നോട് സഹതാപമുണ്ട്. നിനക്കിഷ്ടപ്പെട്ട പുരുഷൻ നഷ്ടപ്പെട്ടതിൽ. എന്നാൽ നിന്നെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ്. കാരണം എന്റെ ഹോട്ടലിൽ പൊന്മുട്ടയിടുന്ന ഒരു താറാവന്നി. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിന്നെ അവമാനപ്പെടുത്തി അവളെ പിടിച്ചുകൊണ്ടുപോയ ആ ശീലാവധി ഉണ്ടല്ലോ, അവളെ ഞാൻ നശിപ്പിച്ച് എന്റെ വെപ്പാട്ടിയാണ്. അവൻ നിനക്ക് സ്വന്തമാകും. എന്റെ കയ്യിലെ പാവയും. പ്രോമിസ്. ആക്കനെ കാണാനായി പഴം കണ്ടോണ്ട് ചോദിച്ചാ കേട്ടോ. പുള്ളിക്കാരൻ പുറത്തു പോയി. അറിയാം, പകരം പ്രത്യേകിക്കാൻ ഞാൻ വന്നാൽ മതിയോ? വാസ്തവം പറഞ്ഞയച്ചാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ഭാര്യയൊക്കെ കാണണം. ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. ഇങ്ങോട്ടൊന്ന് വന്നേ. ഗുരുവായൂരപ്പ, ഇങ്ങനെ 4 എണ്ണം ഉണ്ടെങ്കിൽ ഈ രാജ്യം നന്നായേനെ. നമസ്കാരം. ഞാൻ ബാലകൃഷ്ണൻ. ഇവരെന്റെ സുഹൃത്തുക്കൾ. സീക്കിംഗ് 5 സ്റ്റാർ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്റർ. ഹോട്ടലിന്റെ വാർഷികം എന്താണെന്ന് അറിയാമല്ലോ. അധ്യക്ഷന്റെ ഭാര്യയെ പങ്കെടുപ്പിക്കണമെന്ന് എല്ലാവരും നിർബന്ധിക്കുന്നു. വിരോധമില്ലെങ്കിൽ അത് ചേട്ടൻ പറയാ. ഇത് അദ്ദേഹം തന്നെ തന്നുകൊണ്ടാണ് അടയാളത്തിന് ഈ മോതിരം. അവിടെ നിറയെ ഫോറിനേഴ്സാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടത്. എന്താ ആലോചിക്കാതിരിക്കുന്നത്? മുദ്രമോതിരം കണ്ടില്ലയോ? കൊണ്ട് കൊടുത്തിട്ട് ഇന്നെ തിരിച്ചറിഞ്ഞില്ലയോ? രാമായണത്തിലേ വായിരിക്കുന്നത് ഫോറിനായിരിക്കും. നിങ്ങൾ എത്ര കാലം ഇതിനെ ഓഫിൽ വരും? അയ്യോ, ഒരു ബാക്കി ചിന്താരി. റാണി പിടി. ഞാൻ പിടിച്ചു. ഇന്ത്യക്ക് കിങ് അല്ലടി, ക്യൂൻ, അതായത് റാണി. അതെ അതെ. ഭാസ്കരോ, ദേവി അങ്ങോട്ട് വരുത്തിയിട്ട് അനിയൻ ഇങ്ങോട്ട് വന്നാൽ എങ്ങോട്ട് വരുത്തിയെന്ന്? ദേവി എവിടെ? അത് കൊള്ളാം. ഭാസ്കരൻ എവിടെയോ വലിയ സ്വീകരണമുണ്ടെന്നോ, അത് കാണാൻ ഭാര്യ നിർബന്ധമാണെന്നും മറ്റും പറഞ്ഞല്ലോ ദേവിയെ വിളിപ്പിച്ചത്. എന്ത്? ഞാൻ വിളിപ്പിച്ചെന്നോ? തന്നെ. അല്ലെങ്കിൽ പിന്നെ ഭാസ്കരന്റെ മോരും അടയാളം കാണിക്കൂ. മുദ്രമോതിരം കൊണ്ടുവന്നതേ 3 പേരാ. കാറിലാ വന്നത്. അനിയന്റെ പാർട്ടിക്കാരാ അവര്. ആരാണവർ? എങ്ങോട്ടാ പോയത് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ തള്ളി. കാഴ്ചക്ക് കുഴപ്പക്കാരല്ലെന്ന് തോന്നുന്നു. ഒരു സിഗരറ്റാ ഞാൻ ചോദിച്ചു. ഒരു പാക്കറ്റ് അവര് തന്നു. നല്ല മഞ്ഞ.